വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാനായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു എയർ ഫ്രയറിൽ ഉണ്ടാക്കിയ കേക്ക് ഉണ്ടാലോ. നല്ല അടിപൊളി ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് എല്ലാം എടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കിട്ടും. വാനില എസൻസും ഒരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒരു ഹാൻഡ് വിസ്ക് തന്നെ മതിയാവും. അതിലോട്ട് പൊടിച്ച പഞ്ചസാരയോടെ ഇട്ട് അതൊന്ന് നല്ലപോലെ മെൽറ്റ് ആവുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ വരുന്നതുവരെ മിക്സ് ചെയ്യണം കേട്ടോ. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് മെൽറ്റ് ചെയ്ത ബട്ടറാണ്. കുറച്ചുകൂടെ ടേസ്റ്റ് ബട്ടറാണ്, പകരം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചാലും മതിയാവും. ചൂടില്ലാതിരിക്കണം, മെൽറ്റ് ചെയ്ത് കുറച്ചൊന്ന് തണുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അതും നന്നായിട്ട് ഇതിൽ മിക്സ് ആവണം. അതിനുശേഷം നല്ലൊരു പാലൊന്ന് തിളപ്പിച്ചിട്ട് അതൊരു ചെറിയ ചൂടോടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരുപാട് ചൂട് പാടില്ല, ചെറിയൊരു ചൂട്, ഒരു വാം മിൽക്ക് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഇത് അതും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മൈദ ഇട്ട് കൊടുക്കാം. മൈദയുടെ അളവൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കൊക്കോ പൗഡർ, ബേക്കിംഗ് പൗഡർ, പിന്നെ ബേക്കിംഗ് സോഡ ഇതോടെ ഇട്ട് ഒരു ഹാൻഡ് വിസ്ക് ഉപയോഗിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ സ്ലോയിൽ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്താൽ മതി. കുറച്ചൊരു ലൂസി കൺസിസ്റ്റൻസി ആയിരിക്കും, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് അതിലോട്ട് ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. വൈറ്റോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്കോ ചിപ്സ് ഏതായാലും കുഴപ്പമില്ല. ഇനി ഈ കപ്പിലാണ് ബേക്ക് ചെയ്യുന്നത്. കപ്പിലൊരു അരഭാഗമൊക്കെ മതി, മുക്കാൽ ഭാഗവും വേണ്ട, ഒരു അരഭാഗമൊക്കെ വരുന്ന രീതിയിൽ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എയർ ഫ്രയറിൽ വെച്ച് കൊടുക്കാം. ഇത് എയർ ഫ്രയറിൽ കേക്കിൻ്റെ മോഡുണ്ട്, അല്ലെങ്കിൽ 165 ഒരു 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ബാക്കി വരുന്ന ബാറ്റർ ഞാൻ ഓവനിൽ വെക്കുന്നുണ്ട്. ഇതുണ്ട്, നല്ല ഫ്ലഫി ആയിട്ട് നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. നല്ല ഫ്ലഫിയാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിൽ ചോക്കോ ചിപ്സ് ഒക്കെ ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. നമ്മൾ ബീറ്റർ ഒന്നും യൂസ് ചെയ്യാതെ ചെയ്തതാണ്. അതിലോട്ട് ഒരു സ്കൂപ്പ് ഐസ്ക്രീം കൂടെ വെച്ചെന്നാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. കുട്ടികൾക്കൊക്കെ അത് നല്ല ഇഷ്ടപ്പെടും. നല്ലൊരു കോമ്പിനേഷനാണ്. ഐസ്ക്രീം കൂടെ വെച്ച് കഴിക്കുമ്പോൾ നമ്മൾ ഈ ബ്രൗണിയും ഐസ്ക്രീമും കൂടെ വെച്ച് കഴിക്കത്തില്ലേ, ആ ഒരു ടേസ്റ്റ് ഉണ്ടാവും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നിങ്ങൾക്ക് എയർ ഫ്രയറിലോ ഓവനിലോ ഏതിൽ വേണോ ബേക്ക് ചെയ്യാം. ഓവനിലാണെങ്കിൽ ഒരു 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റ്സ് ഒക്കെ വെച്ചാൽ മതിയാവും. എയർ ഫ്രയറിൽ അതിൻ്റെ മോഡ് ഉണ്ടാവും, അപ്പോൾ അതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.